ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിനുശേഷം എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട, പിന്നെ ഒരു കുപ്പി ഗ്ലാസ്, പിന്നെ നമ്മുടെ വിനെഗർ. ആദ്യം നമ്മൾ ഈ വിനെഗർ കുപ്പി ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കോഴിമുട്ട മെല്ലെ അരച്ചു കൊടുക്കുക. കോഴിമുട്ടത്തോടും വിനാഗിരിയും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രീ ആകുന്നു. നോക്കൂ, ബബിൾസ് പൊങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വലിയ രാസപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 48 മണിക്കൂറിന് ശേഷം കോഴിമുട്ടയെ നോക്കാം. ഹായ് ഗൈസ്, അപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ട ഒന്ന് നോക്കി നോക്കാം. ജെല്ല് പോലെ ആയിട്ടുണ്ട് ഗൈസ്. ഇതും അതിന്റെ വെള്ള തോടുണ്ട്. നമുക്കൊന്ന് ഉറച്ചെടുത്ത് കൊടുക്കാം. ഹായ് ഗൈസ്, ഇത് ജെല്ല് പോലെ ആയിട്ടുണ്ട്. നമുക്ക് നിലത്തിട്ടൊന്ന് നോക്കാം. ജെല്ല് പോലെ ആയിട്ടുണ്ട്. നല്ല ടെമ്പറാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഗൈസ്, ഇപ്പുറത്തെ തോട് മുഴുവൻ പോന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നത്തെ കുറച്ചൊന്ന് പോരാൻ നിൽക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ് ഇത്. ഇത് പെട്ടെന്ന് ഉറച്ചു കഴിഞ്ഞാൽ അപ്പം പൊട്ടും. അതുകൊണ്ട് മെല്ലെ അരച്ചു കൊടുക്കണം. ഇത് നല്ല ചാടുന്നുണ്ട്. ഗൈസ്, ഇത് പൊട്ടിയിട്ടുണ്ട്. ഗൈസ്, 2-3 ഇടലിലും പൊട്ടിയിട്ടുണ്ട്. ഗൈസ്, 2-3 ഇടലിലും പൊട്ടി. ഹായ് ഗൈസ്, ഇത് പൊട്ടിയിട്ടുണ്ട്. 2-3 വട്ടം ഇട്ട് നോക്കുമ്പോ പൊട്ടി. ഇത് കണ്ടോ, റബ്ബർ പോലത്തെ തോടാണ് ഇതിന്. കണ്ടോ ഗൈസ്, ഇതിന്റെ ഉള്ളിലത്തെ റബ്ബർ പോലെ തോന്നുന്നു. പിന്നെ പുറത്തുള്ളൊക്കെ ഇതിന്റെ തോടിന്റെ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും ബൈ ബൈ.